ഹായ്. ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണേ അല്ലേ? നീ തല വഴിയാണ് ജട്ടീറിനെ. ജട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി പ്ലേ അറിയാണ്ട് എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? Stupid, don't lose my foolish confidence. I will show your naked face to the people. Okay? കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത സായിപ്പന്മാര് അറിഞ്ഞിരിക്കുക ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്. കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ ഈ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു നോക്കില്ലടാ. ഇതിലാരണവ പെണ്ണിന്റെ പെൺ. ഇതാണ് ഇതാണ് നമ്മുടെ പയ്യൻ. നമോവാകം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായലും പലഹാരത്തിലും അങ്ങളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവോ? കടായിട്ട് വേണ്ടെന്ന് അവന് കൊടുക്കണ സ്ത്രീധനത്തിന്ന് മൈനസ് ചെയ്താ മതിന്ന്. എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ? നമ്മളൊരു ഫാമിലി ആകുമ്പോ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ, പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ? നീ ബെറ്റാശി പിടിച്ചേ. ജോർജ് ഇന്നവരെ ഒരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടെന്ന്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. കാശ് തരേം ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ, നീ എന്നിട്ട് നോക്കണേ തീർച്ചയായും. അപ്പളേക്ക് പെണ്ണണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങള് കണ്ടില്ല. നീ ആ ചുള്ളമാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ എണീക്കടാ. നാണുണ്ടാ നിനക്കൊക്കെ? പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അഡ്വാൻസ് മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. അയാൾ അങ്ങനെ പറഞ്ഞ? അപ്പൊ നീ പെണ്ണെ കണ്ടിട്ടേ ഇല്ല? അയാള് കെട്ടിച്ച് തരാതിരിക്കോ അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നമ്മള് വണ്ടി ഓടിച്ച് ഇതുവരെ വന്നിണ്ടെങ്കി ആ പെണ്ണിനെ നമ്മൾ കണ്ടിട്ടേ പോളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ നിക്കണ കൊരട്ടേണ് പെണ്ടപ്പൻ, കൂടെ നിക്കണ പരട്ടേണ് തള്ള. ഇവർ രണ്ടുപേരും കൂടി ഈ സംവിധാനം ചെയ്ത് നിർമ്മിച്ച പടം നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണണോ? നമുക്ക് അതിനെ തുടങ്ങാം. നമ്മുടെ ഈ കുള്ളൻ ചെക്കനെ, സോറിട്ടാ ചുള്ളൻ ചെക്കനെ തന്റെ ചട വരുത്തി മോളെ എഴുന്നള്ളിച്ച് കാണിച്ചാൽ എന്താ ചറ്റേന്ന് വെച്ച് നൈസായിട്ട് തുടങ്ങാന്ന്. ഇങ്ങോട്ട് വന്നേ. നിക്കടവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? നിക്കല്ലേ. ഒരു ഗഡി ബേസിന്റെ പേരില് ഞാനൊരു 2000 ബക്സ് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഇറക്കി വിടുക. ആദ്യം നീ ഇറങ്ങിപ്പോടാ. പെണ്ണ് കാണാൻ വിളിച്ചിണ്ടെങ്കി പെണ്ണിനെ കണ്ടിട്ട് നമ്മള് പോളൂ. സർച്ചിട്ടാ എങ്ങടാ? ഇവിടെ ബ്ലോക്ക് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് തൃശ്ശൂർ റൗണ്ട് വഴി പിടിക്കടാ. ടീമായി അവിടെ പോയി. കുട്ടിയെ എന്തുട്ടി ഇരിപ്പാണത്? ഇവര് സംവിധാനം ചെയ്ത പടം ബാഹുബലിയാട്ടാ. എന്റെ പേര് വാൾട്ടർ വർഗീസ്. എപ്പോ വാവാന്ന് വിളിക്കും. കുട്ടിയെന്നെ വാവ് എന്ന് വിളിച്ചോളൂ. നീയൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ആന്റി ബൈ ദ ബൈ എന്തുട്ടുണ്ട്? എന്നോട് ക്ഷമിക്കുന്നുണ്ടാടി, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അങ്കിളെ ഇതെങ്ങനെ ഒപ്പിച്ച്? ഈ നിർമ്മാണത്തിൽ പങ്കാളികളുണ്ടോ? അങ്ങളെ 2000 രൂപയ്ക്ക് പകരം ഞാൻ ഒരു 4000 രൂപ പെട്ടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ടാ ഈ പ്രോബ്ലം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ? ഇവനെ കുട്ടീനെ ഒരുപാട് ആശിച്ചു പോയിന്ന്. അപ്പുറേ കൈ പിടിച്ചിരിക്കുന്ന ആ മോനോട് ഒന്ന് മുന്നോട്ട് വരാൻ പറയൂ. എന്താ അങ്കിൾ? ഞങ്ങള് പറമ്പിലുണ്ടാവട്ടാ. ഇനി ആയിരുന്നൊരു കാര്യം ഉണ്ടോ ഡാഡി?
മൂക്കില് പല്ല് പൊളിച്ചിട്ട് അവന്റെ കല്യാണം പെട്ടതലയൻ. അപ്പന്റെ തല പിന്നെ കൊടുങ്കാടാണല്ലോ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. നന്നെ കണ്ട എന്റെ അപ്പന്റെ പ്രായം തോന്നുമല്ലോ. അപ്പന്റെ അപ്പം ഞാനാ. ഒരു കണക്കിന് ഒരു കല്യാണാലോചന വന്നത് അത് നശിപ്പിച്ച് വന്ന് നിൽക്കാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഈ മനുഷ്യന് ഇത് എന്തൊട്ട് വർത്താനം ഒന്നും മിണ്ടാണ്ടിരിക്കടി. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ടോ അതോ ഞാൻ ഇറങ്ങി പോണോ? നീ എന്തുണ്ണ എന്നെ നോക്കണേ? അങ്കിളെ, എന്താ ഈ തെങ്ങ വാഴ വെച്ച മതിയായിരുന്നു എന്നൊരു ഡയലോഗ് തോന്നിയാ? എന്തേ ഈ സിറ്റുവേഷനിൽ പടക്കാൻ പറ്റിയ ആപ്റ്റ് ഡയലോഗ് ആയിരുന്നു. തെങ്ങ് വാഴുന്നോടെ മുറുക്കാണ്ട നല്ല മുള്ളു മുറുക്ക്. നിനക്ക് ഇത് എന്തിനാ സിറ്റുവേഷൻ നൈസൊക്കെ നോക്കിയതല്ലേ? എന്തരാ അപ്പന്റെ തുണി സാധനങ്ങളും ഈ പ്രായത്തിൽ എന്നെ അപ്പനെ പിടിക്കാ പോവാ. ഒന്നും ഞാൻ പോണ പ്രശ്നമൊന്നുമില്ല. നീ ഇവിടുന്ന് ഇറങ്ങി പോണം. അതതിനേക്കാളും കുഴപ്പമില്ല അങ്ങളെ. എന്താ വയസ്സായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ആരോഗ്യയുടെ കാത്തറിനെ ചെറുപ്പക്കാരെ പുറത്ത് അടിച്ചു വിളിക്കണം നാട്ടുകാർ പറഞ്ഞ മോശമല്ലേ? 10 പൈസക്ക് ഗതിയില്ലാത്തവൻ എന്തുട്ടെടുത്ത് അടിച്ചു വിളിക്കാനാണ്? അങ്ങനെയൊന്നും പറയല അങ്ങളെ. 5 പൈസക്ക് ഗതിയില്ലാത്ത ഞാൻ അടിച്ചു പൊളിക്കണതോ? നീ ഒറ്റ നാശക്കണം. തന്നെ വേണം ആദ്യം തല്ലാൻ. ഇതാണ് എല്ലാ അപ്പന്മാരെയും പ്രശ്നം. അങ്കിൾ ഒരു കാര്യം അറിയോ? ചരിത്രത്തിൽ പേരുണ്ടാക്കിയിട്ടുള്ളതേ അപ്പന്മാരല്ല മക്കളാ. ഉദാഹരണത്തിന് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ അപ്പന്മാരുടെ പേരറിയോ? അതുപോട്ടെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് അതെനിക്കറിയാം. കരമന ജനാർദ്ദനൻ ഗാന്ധി വല്ലൊക്കെ പറയിട്ടാ. ഒരു കാര്യ പറഞ്ഞേക്കാം. ഒരു ദിവസം വളർന്ന് വലുതായി പന്തലിച്ച് നമ്മടൊക്കെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അപ്പനാന്ന് പറഞ്ഞ് പോർക്കടക്കണ കണ്ടിട്ടുണ്ടല്ല. നേരത്തെ പറഞ്ഞില്ല ഒരു മുള്ളുമുറുക്ക് അത് കെട്ടിട്ട് എന്തുട്ടപ്പൻ നീ പുറത്തിറങ്ങി അടിച്ച് നേരപ്പാക്കി ഞാൻ. നീ എന്തൊട്ട് നോക്കി ഇങ്ങനെ പുറത്തു പോടാ. ഞാൻ ആ തണ്ടിയോടെ പറഞ്ഞ പുറത്തു പോവാൻ. ഞാനും പുറത്തു പോടാ. ഉള്ള കാര്യ പറഞ്ഞേക്കാ. ഇവിടെ എന്തുട്ടുണ്ടായേ? ഞാൻ ഭയങ്കര ടെൻഷനിലടാ. എനിക്ക് നീളമുള്ള ഡയലോഗാ. നീ അത് ചുരുക്കി പറഞ്ഞാ മതിടാ. ഇടിച്ചു ചുരുട്ടി ഞാൻ. അവന്റെ ഒരു വീഡിയോ പിടുത്തോ അഭിനയവും അതെങ്ങനാ മേളുമൂല താഴെ വരെ ഭയങ്കര പിടിപാടല്ലേ. ഞാൻ വല്ലോ ആയിരിക്കണായിരുന്നു ഇവിടുത്തെ സൂപ്രണ്ട്. ഒറ്റ ഇടിക്കുന്നതിന്റെ കളി ഞാൻ അവസാനിപ്പിച്ചേനെ. ചെറിയ സാറിന് എന്നോട് എന്താ അത്ര ദേഷ്യം? നിന്റെയൊക്കെ ഈ കോമാളിത്തരോ അമിത സാന്ദ്രയോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കോളേജ് ക്യാമ്പസ് അല്ല, ജയിലാണ്, സെൻട്രൽ ജയിൽ. അതിൻ്റെതായ ഭീകരതയുണ്ട്. മുമ്പൊക്കെ എന്ത് രസമായിരുന്നു. ഒരു സ്ഥലത്ത് കുലിച്ചു നിർത്തിയിടി, ഒരു സ്ഥലത്ത് ഒലക്ക കുരുട്ടല്. നീയൊക്കെ കൂടി ഇത് അംഗനവാടിയാക്കി. നടക്കണം അങ്ങോട്ട്. എന്താണ് വെള്ളത്തിൽ കളിക്കുന്നത്? കേറിപ്പോടാ. ഞാൻ അലക്കേണ്. നിന്നെ എടുത്തിട്ട് ഞാൻ അലക്കും. കേറി പോനാ പറഞ്ഞേ. ഞാൻ തുണി അലക്കേണ്. അല്ലേ സാറ് വന്ന് അലക്കിത്താ. വീട്ടിൽ തുണി അലക്കുന്നത് ഞാനാണെന്ന് ഇവൻ അറിഞ്ഞു കാണും. ഉണ്ണിക്കുട്ടാ നമുക്ക് ഇയാൾക്കൊരു പണി കൊടുക്കണോട്ടാ. ശരിയാ പോവാൻ പറഞ്ഞ ഉടനെ നേഴ്സറി പിള്ളേരെ പോലെ അങ്ങോട്ട് പോവല്ലേ. നടക്കണം. അല്ല സാറേ, വഴക്കും വെക്കാണോ ഇല്ലാതെ ഞങ്ങളിവിടെ സ്നേഹത്തോടെ കഴിയുന്ന തെറ്റാ? എനിക്ക് ജയിലിൽ സാറിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാ. അതുകൊണ്ടാ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നോടൊരു സ്നേഹം. അല്ലെങ്കിൽ പിന്നെ സാറിന്റെ പ്രൊമോഷനെ കുറിച്ചൊക്കെ എന്നോട് പറയൂ. പ്രമോഷന്റെ കാര്യം സൂപ്രണ്ട് സാർ പറഞ്ഞു. പറഞ്ഞു. വളരെ രഹസ്യമായിട്ടുള്ള ഒഫീഷ്യൽ കാര്യം പുറത്ത് പറയുന്ന സൂപ്രണ്ട് സാർ പറഞ്ഞിരിക്കുന്നത്. സാർ പറയോ? ഉറപ്പാണോ? ഉറപ്പ്. എന്താന്ന് വെച്ചാല് അയ്യോ സാറേ എന്റെ ബെൽറ്റ് കഴിഞ്ഞു പോയി. അയ്യോ സാർ അങ്ങനെ ഇരിക്കല്ലേ, കാണുന്നവര് വേറെ വല്ലതും മേടിക്കും. സാർ ഇത് പിടിച്ചോ, ഞാൻ ബെൽറ്റ് ശരിയാക്കാം. അതെന്താന്നറിയോ സാറേ? അയ്യോ ഇത് കേറണില്ലല്ലോ. അതൊക്കെ പിന്നെ കേട്ടാ നീ ഇത് പറ. കഴിഞ്ഞ ദിവസേ ഞാൻ സൂപ്പർ സാറിന്റെ റൂമിൽ ഓർഡറിലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തെ സാർ എന്നോട് ചോദിക്കണേ ചെറിയ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എപ്പോഴും വഴക്കുറയെങ്കിലും സാറ് ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര കണിച്ചക്കാരനാണെന്ന്. അപ്പൊ സാർ എന്നോട് ചോദിക്കണേ തടവുകാരുടെ ബന്ധുക്കാരെ ചെറിയാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കാറുണ്ടോന്ന്. സാർ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ സാറേ? ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. ആരെ പരദൂഷണൊക്കെ പറഞ്ഞു പരത്തുന്നേ. സാറ് ചോറിനാൻ ചെല്ലി എപ്പോ നോക്കിയാലും ജോലി എന്ന് പറഞ്ഞു വെറുതെ ലൈഫ് കളയാൻ. ഇത് പറ. അല്ല സാറേ, ആ അബ്കാരി കേസിലെ മുതലാളിയുടെ ബന്ധുക്കാരെ സാർ എന്തെങ്കിലും വാങ്ങിച്ചാ? അവർ ഓഫർ ഒന്നും ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് വേണ്ടാന്ന്. അല്ല ഇവിടെ വെച്ച് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന്. പക്ഷേ സാർ കാശ് വാങ്ങിച്ചു ഇവിടുത്തെ സാർമാരുടെ ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ കേസിലാണ് പ്രൊമോഷൻ. വേണോ വേണ്ടോ? നീ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ആദ്യത്തെ ഞാനൊന്ന് ഉറപ്പിക്കട്ടെ, ഒന്ന് സഹകരിക്കൂ. താങ്ക് യു. എന്നിട്ട് എന്താവാൻ അവസാനം അവരൊരു തീരുമാനം എടുത്തു, സാറിന് പ്രൊമോഷൻ വേണ്ട. എന്താ സാർ ഇത്? അയ്യോ എന്റെ സാറേ, ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ സാർ ചെയ്യണമെങ്കിൽ സാർ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരില്ലേ? സാറോട് മാറിന്നേ, ഞാൻ പിടിക്കാം. ഭയങ്കര സ്വാർത്ഥന, എല്ലാവരും സ്വന്തം ചെയ്യണം. നീ ഇവിടെ വിളമ്പിട്ട് അപ്പുറത്തോട്ട് വരുമല്ലോ. നിനക്കുള്ളത് വയറ് നിറച്ച് ഞാൻ അവിടെ വിളമ്പി തരാടാ. കേറി വാടാ മരമാക്രി. ആ മിനി, നിനക്ക് നടന്നാ മതിയോ? വയറൊന്ന് നിറയ്ക്കണ്ടേ നമുക്ക്? അല്ല ഭക്ഷണം വന്നിട്ടുണ്ട്, അത് കഴിച്ച് വയറ് നിറയ്ക്കണ്ടേന്ന്. അയ്യോ തൽക്കാലം കഴിഞ്ഞ് ഞാൻ പോക്കലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി വേടാ. ഉണ്ണിക്കുട്ടാ നല്ല ഉറപ്പായിട്ടുണ്ട്. ഇനി ഇയാൾക്ക് ഇവിടെ പണി ഉണ്ടായാൽ നമുക്ക് പണി കിട്ടും. നല്ലൊരു പണി കൊടുക്കണം.
എന്റെ അമ്മച്ചി ഇങ്ങനെ വിഴുങ്ങിയ ജീവന്റെ തേക്കാൻ ആളുണ്ടാവില്ല കേട്ടോ. ഇവര് ഈ ജയില് നഷ്ടത്തിലാക്കും. എന്താടാ ഇത്? അറിയാതെ നിന്നെ ഞാനിപ്പോ സല്യൂട്ട് ചെയ്തേനല്ലോ. ഫാൻസി ഡ്രസ്സാ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഗോപി സാറിന്റെ വീഡിയോ ഫിലിമാ. ഇവിടുത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ? കായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. കായികറി മത്സരം? കായിക മത്സരം. ഉണ്ണിക്കുട്ട, ഈ പ്രാവശ്യത്തെ കൊടന്തല്ല് മത്സരത്തിൽ ഫസ്റ്റ് ഞാനാ. ഭവാനി ചേച്ചി കൊടുക്കത്തൊന്നല്ലേ, ഒറ്റയടിക്കല്ലേ ഒലക്കൊണ്ട് ഭർത്താവിന്റെ തലയിൽ പൊളിച്ചത്. അതും ഇരുട്ടത്തെ അഭിമാനം കണ്ട. അപ്പങ്കടിയിൽ ഫസ്റ്റ് ഞാനാ. അപ്പന്മാരെ കടിക്കണ മത്സരം ഉണ്ടാ? അപ്പം കടിടാ. ഓ അപ്പം കടിയാ. തരത്തി പോയി കളിക്കടാ. അല്ല പൊന്നമ്മ സാറേ, എന്റെ അമ്മയുടെ സെല്ലിൽ പാര കിടക്കണേ. അവരാ ആ വാണിഭ കേസിൽ പ്രതിയല്ലേ? ഇങ്ങനത്തെ ആൾക്കാരെന്നാ സെല്ല് ഇടണ്ട കേട്ടോ. നീ സൂപ്രണ്ടിനോട് ചെന്ന് പറയടാ. എന്നിട്ടാണ് എനിക്ക് ഇടി കിട്ടാൻ. ഇതൊക്കെ മനസ്സറിഞ്ഞോട്ട് ചെയ്തുകൂടെ? പിന്നെ അടുത്ത ആഴ്ച റിലീസ് ആവട്ടോ. അയ്യോ, അതിലെന്താ കാര്യം? ഉടനെ ഏതെങ്കിലും കേസ് ഏറ്റെടുത്തോ ഉണ്ടാക്കിയോ നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? പിന്നെ അങ്ങനെ എല്ലാ തല്ലിപ്പൊളി കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. ഇത് പാവം ഡോക്ടറാവാൻ പഠിച്ചൊരു ചെക്കനാ. അവൻ ആരണ്ട് കുടുക്കിയതാ. അതുകൊണ്ടല്ലേ അവന്റെ ബൈക്കിൽ കഞ്ചാവ് വെച്ചത് ഞാനാന്ന് പറഞ്ഞേ. ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നില്ലേ നാടിനൊരു ഡോക്ടർ ഇല്ലാണ്ടായേനെ. പിന്നെ മതി മതി മതി. നീ അങ്ങനെ എല്ലാ സാറുമാരെയും അങ്ങ് സോപ്പിട്ട് നിർത്തല്ലേ. പൊന്നമ്മ സാറേ, ഇവനൊന്നും അങ്ങനെ അധികം വിശ്വസിക്കില്ലേ. നമ്മൾ കുനിഞ്ഞ് ഇന്ന് ആസനത്തിൽ വരെ പടക്കം വെച്ച് പൊട്ടിക്കുന്നതിനോ. ക്രിമിനൽസിനുണ്ടായ സന്താനമല്ലേ, പിന്നെ ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. എന്തോന്ന് സാറേ ഇത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒന്ന് കാണണ്ടേ? എന്തോന്ന്? അല്ല, സമയമുള്ളപ്പോ ഫാമിലി ആയിട്ടൊന്ന് കാണണ്ടേന്ന്. എന്റെ ഭാര്യ നല്ല കുക്ക. സുഖല്ലേ? വൃത്തിയോട് കാണിച്ചിട്ട് സുഖമല്ലേന്നോ? എന്താടി ഈ സാറിന്റെ ബാക്കിൽ തോണ്ടി? കൊച്ചേ, വൃത്തികേട് പറയരുത്. ആഹാ, അപ്പൊ സാറ് വൃത്തിയോട് കാണിക്കാല്ലേ? ഈ ബാക്കിൽ എന്ന് പറയുമ്പോ ഏകദേശം എവിടെയായിട്ട് വരും? ആ കുട്ടിയൊക്കെ കൊണ്ടുവരപ്പെട്ട് നിൽക്കുമ്പോ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. കുട്ടിയുടെ കുണ്ടറ ഇടുക്കി ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത്. തമാശ കള, ഇത് സീരിയസ് മാറ്ററാ. അയ്യോ, എന്റെ പൊന്നു കുട്ടി, ഞാൻ കുട്ടിയുടെ എവിടെ കയറി തൊണ്ടി നീ പറയുന്നത്. സാറൊന്ന് കേട്ടോണം, നിങ്ങളും കേട്ടോണം. നിങ്ങൾ എല്ലാരും ഒന്ന് കേട്ടോണം. മോള് അങ്ങോട്ടും തിരിഞ്ഞേക്കും, അങ്ങോട്ട് തിരിഞ്ഞേക്കും. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ കൈ വിരിച്ച് സംസാരിക്കുന്നിടയ്ക്ക് ഇങ്ങനൊന്ന് കൊണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വിരലിന്റെ ഏറ്റവും അറിയാതെ ഇങ്ങനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പർപ്പസ് ആയിട്ട് ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കണം. പിന്നെയും ഈ സാറിന് ഇത് തന്നെയാണ് പണി. എന്നാലും അയ്യോ, സൂപ്പറായിട്ട് സാർ വരുന്നുണ്ട്. കുട്ടി ഇതൊന്നും ചെന്ന് സാറിനോട് പറയില്ലട്ടാ. ഈ പാ സാറിന്റെ പണി പോവും. എന്നാ ഞാൻ കാണിച്ചു തരാം. കൊച്ചിനോടൊന്ന് പറയാ. പണി സാർ എന്താണ് ഈ ലേഡീസിനോട് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത്? സാറിനോട് എന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? സാറിനെ പേടിക്കണേ. ഞങ്ങളെല്ലാം കണ്ട് കൂടെ നിൽക്കല്ലേ. എന്നാ ഓക്കെ. നിങ്ങൾ കണ്ടോ ഞാൻ വല്ലതും ചെയ്യുന്നത്? അപ്പൊ സാർ കാണണ്ടേ ഇതല്ലേ? വരൂ. അയ്യോ, ദേ വരുന്നു എന്റെ നെഞ്ചത്തൊട്ടിക്കാൻ വരുന്നു. ഒന്ന് പറഞ്ഞേക്കണടാ. അയാളോട് ഞാൻ എന്താണെന്ന് ചോദിക്കട്ടെ. ഇവരുടെ പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമാണ് സാർ, ഞങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ ചാമ്പി ഇവിടെ. സത്യല്ലേ? യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, എനിക്കൊരു ചാൻസ് കൂടെ തരണം. ചാമ്പാന ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. സാർ, കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ നമ്മൾ കാശ് മുടക്കി ഗുണ്ടകളെ വിടുന്നതിൽ നല്ലത് നമ്മൾ തന്നെ ഗുണ്ടകളാകുന്ന. അതാകുമ്പോ ആ കാശോട് നമുക്ക് കിട്ടുമല്ലോ. ശരിയാ, കൂടുതൽ മിണ്ടിയ മസിൽ പിടുത്തപ്പോ മാറിപ്പോ ചേച്ചി. ഒരു കാര്യമില്ലായിരുന്നു. അയ്യോ, സിദ്ധുവേട്ടൻ. മുതലാളി, എന്താ സിദ്ധുവേട്ടൻ വരുന്നുണ്ട്? എന്റെ കർത്താവേ, എടാ എന്നെ ചോദിച്ചാ ഞാൻ കോയമ്പത്തൂർ പോയിന്ന് പറഞ്ഞേക്ക്. നീ മാറി. കർത്താവേ, എവിടാ ജോൺസൺ? മുതലാളി കോയമ്പത്തൂർ പോയിരിക്കുക. ഇനി എന്ന് വരും? ഇനി 3 ദിവസം കഴിഞ്ഞേ വരൂ. ഇതാരുടെ ഫോണാ? ഇത് എന്റെ ഫോണാ. എന്റെ മാമൻ മേടിച്ചെന്താ. മൊട്ടേന്ന് വിരിയാത്ത നിനക്ക് വൈഫാ? വൈഫ് ഫ്രാൻസിസ്. അതെന്റെ ഒരു ഫ്രണ്ടാ. ഞങ്ങള് ചുരുക്കി വൈഫൈ എന്ന് വിളിക്കുന്നത്. അവന്റെ ഒരു വൈഫൈ നിന്റെ ബ്ലൂടൂത്ത്. ഹലോ, ജോൺസൺ അല്ല പെങ്ങളെ, ഫ്രണ്ടാ. അയ്യോ, ജോൺസൺ അപ്പുറത്തെ പൂക്കടയിലെ പെണ്ണായിട്ട് ഒളിച്ചോടി പോയി. ആ പൂവിന്റെ പേര് സരള. ഹലോ ഹലോ. അയ്യോടാ, വലിച്ചടിച്ച് വീണു തോന്നുന്നു പാത്രങ്ങൾക്കിടയില്ല. നിന്റെ വൈഫ് ഫ്രാൻസിസ് അപ്പഴാടാ പെണ്ണായത്. സുഗുണ, നിനക്ക് ജോൺസന്റെ വീട് അറിയോടാ? എന്തിനാ? എടാ, അയാളുടെ ഭാര്യ അവിടെ ബോധം കെട്ട് വീണ് കിടക്കല്ലേ. ഇനി 3 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. ഇനി 3 ദിവസം നമ്മളവിടെ പോയി ശുശ്രൂഷിക്കണം. വേണം, എനിക്ക് ധൃതിയായി സിദ്ധു. എനിക്ക് പീഡിപ്പിക്കാൻ കൊതിയാവുന്നു. ഇവനെ പീഡന കേസിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാ. നീ ഒന്ന് സൂക്ഷിച്ചോ. വേണ്ട, പയ്യനല്ലടാ. മുതലാളി, ചേച്ചി വീണു. എന്റെ പൊന്നു മുതലാളി, ഇനി 3 ദിവസം കഴിഞ്ഞ് ചെന്നാ മതി, അല്ലെങ്കിൽ അവര് എന്നെ സംശയിക്കും.
ചതിക്കല്ലേ മോനെ. വാവനെ വാവനെ. കോയമ്പത്തൂരിൽ ഇങ്ങോട്ട് തുരങ്ങോട്ടോ ജോൺസാ. വേഷം കെട്ട് കളിച്ചോണ്ടല്ലോ ഇതൊരു എന്നോട് കളിക്കാൻ എനിക്കെന്നെ അറിയില്ല. ഞാൻ ഏത് പാതാളത്തിൽ പോയി ഓടിച്ചാലും തന്നെ പൊക്കള വഴി അറിയണോ കേട്ടോ. ക്ഷമിക്കണം സിദ്ധു, മുടക്കം വരുത്തിയ പലിശ. ഇനി ഞാൻ വീഴ്ച വരുത്തില്ല. എടി അന്ന് ബീച്ചിൽ കണ്ട ആളല്ലേ ഇത്? ഇയാള് ഗുണ്ടയാണോ? അയ്യോ ഇത് പോരല്ലോ ജോൺസാ. തന്നെ പിടിക്കാൻ വേണ്ടി അന്ന് ജയൻവീലിന്റെ മേലിൽ വലിഞ്ഞു കയറി അവിടുന്ന് പ്രശ്നത്തിലായതിന്റെ ചെലവ്, പിന്നെ പോലീസുകാരെ തല്ലേന്റെ ഒരു ചെലവ്, പിന്നെ പോലീസുകാർ ഞങ്ങളെ തല്ലിയതിന്റെ ചെലവ്, അതെ ചതവിൽ പുറത്താൻ തൈലം വാങ്ങിച്ചതിന്റെ ചെലവ്. ഇനി അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു നന്ദിയില്ലാത്ത ജന്തു എന്റെ കൈ കടിച്ചതിന്റെ പേരിൽ അതിന് പേ ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ പോയി എന്റെ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ചെലവ്. ഇതെല്ലാം കൂടി ഭയങ്കര ചെലവാണ്. കാണിച്ചേ എന്നെ കടിച്ച പട്ടി അല്ല കുട്ടി. എന്നെ ഓർമ്മയുണ്ടോ? എന്റെ കടി കൊണ്ട് ഡോക്ടർ എടുത്തപ്പോ അങ്ങനെ പറഞ്ഞെന്താന്നറിയാമോ? കടിച്ച ജന്തുവിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാൻ, എന്നാലേ പൊക്കളിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമെന്ന്. കാണിക്കല്ലേ? നിനക്കെന്നെ അറിയില്ല. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അന്നത്തെ കടി തിരിച്ചു കൊടുത്താ പോരെ? കൊച്ചെ കൈ കിട്ടി പോണെന്നോ? അച്ഛന്റെ പ്രയോജനത്തിനൊക്കെ പോണെന്നോ? ആവേശത്തിൽ പറഞ്ഞു ചുമ്മാ ചുമ്മാ. മര്യാദക്ക് അല്ലെങ്കിട്ടല്ല നിന്നെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടും അച്ഛനും മുച്ചാലും കടിച്ചോളയും. എന്നാ കടിക്കണോ? കടിക്കാൻ എന്റെ കൈ കടിക്കാൻ. അത് പിന്നെ കടിക്കണോ? നീ കടിക്കണ്ട. എന്റെ ശരീരത്തെ തൊടുവോ ഇനി മേലെ ഞങ്ങളുടെ പരിസരത്ത് വരുവോ ചെയ്താ താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. അപ്പൊ ഞാൻ പോവാണേ. എന്താ എന്താ വിളിച്ചത്? അല്ല, ഞാൻ ഞങ്ങളുടെ ഡ്രൈവറിനെ ഒന്ന് വിളിച്ചതായിരുന്നു. പൗലോസ്. പൗലോസ് പൗലോസ് ഏട്ടാ, പൗലോസ്. നമ്മള് ചമ്മി അല്ലേടി? ആരും കണ്ട വേമ്പോ നോമാണ് ജ്യോതിഷരത്നം പൂമേനിയില്ലത്ത ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ. ദൈവം നടത്താൻ തീരുമാനിച്ച കാര്യങ്ങള് മനുഷ്യരോട് നേരത്തെ പറയുക, അതാണ് ജീവിത ലക്ഷ്യം. ഇയാള് ബ്രാഹ്മണൻ തന്നെയാണോ? ബ്രാഹ്മണന്മാരത്തെ എങ്ങനെ ഇരിക്കണേ? പിന്നെ എങ്ങനെ അല്ല ചേട്ടാ, നേരിട്ട് ഇങ്ങോട്ട് ചോദിക്കുക. അല്ല, ഈ ബ്രാഹ്മണൻ എന്നൊക്കെ കേട്ടപ്പോഴേ അതാണോ പ്രശ്നം? അമാവാസിയിലായിരുന്നു നോമിന്റെ ജനനം. ഓ, ദൈവം കഴിവ് തന്നു, കളർ തന്നില്ല. ഇത്രയും ചെറിയൊരു ബ്രാഹ്മണനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അത് നോമിന്റെ അമ്മയുടെ കയ്യിലിരിപ്പോണ്ടാണേ. അമ്മയ്ക്കൊന്നും ഉപവാസാണേ. അമ്മ അകത്തേക്ക് എന്തെങ്കിലും ഞണ്ണിയാലല്ലേ അകത്ത് കിടക്കണ നോമിന് വലുതാകാൻ പറ്റൂ. അല്ലാണ്ട് ഗർഭോത്രത്തിനകത്ത് ചായക്കടയൊന്നും ഇല്ലല്ലോ തനിയെ പോയി കഴിക്കാൻ. പ്രശ്നത്തിലേക്ക് കിടക്കാം. ചേട്ടാ, ഈ ബ്രാഹ്മണന്മാർക്ക് ബിജു പേരുണ്ടാവുന്നില്ലേ? അല്ല, ഈ ബ്രാഹ്മണന്മാർക്ക് ബിജു ഒന്ന് പേരിടുമെന്നാ സംശയം. ഒരു മിനിറ്റ്, പ്രശ്നം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ തടിച്ചിട ഒരു സംശയങ്ങള്. ഓനെ എന്താ ചെയ്യാ? വൃത്തികെട്ട തന്തയെ തെണ്ടി പൂമേനി വാസവദത്ത്, പൂമേനി ബ്രഹ്മദത്ത്, അങ്ങനെ എത്രയെത്ര നല്ല പേരുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് താൻ എനിക്കിട്ടത് ബിജു. അച്ഛൻ തിരുമേനിയാണേ ഈ വൃത്തികെട്ടവനാ നോമിനെ ചതിച്ചത്. ചേട്ടാ, ഇയാളെ കണ്ടിട്ട് ഒരു നമ്പൂതിരി ചോദിച്ചാൽ പറഞ്ഞ ശരിയാ. ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി? എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഇവൾക്ക് നിത്യേന അസുഖമാണ്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. തിരുമേനി മൊത്തത്തിലൊന്ന് നോക്കണം. നോക്കാം, നോക്കണല്ലോ. രാജഗഡി എവിടെ തൊപ്പിച്ചെടുത്തു? തിരുമേനി തിരുമേനി ഇവിടെ അല്ല, അവിടെ. ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചത്ത ആ ആപത്ത് ഇപ്പൊ സംഭവിച്ചേ തീരൂ. അപ്പോ ഞങ്ങൾക്ക് ഇവനെ വേണ്ടത്. നിങ്ങൾക്കറിയാൻ പാടില്ലേ, ഇത് നോമിന് സ്വന്തമാണ്. വരുന്ന നോമിന് അറിയായിരുന്നു. എന്താ ലേറ്റ് ആയേ? നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണോ? ഇവിടെ വെച്ച് തന്നെ തരാം. ചേട്ടാ,
എന്താ കാര്യം? ഏട്ടന്റെ മോളുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചത് ഇയാളാ. ദീർഘ ദാമ്പത്യം പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യ രാത്രി തന്നെ മണിയറെ കിടന്ന് മണവാള ചെറുക്കൻ മരിച്ചു. അറിയിക്കണം തിരുമേനി ഒരു സംശയം. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. വാ 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 വാ. ബഹളം വേണ്ട, എല്ലാവർക്കും സാധനങ്ങളുണ്ട്. മോന് മുഖം മൂടി, സ്കെച്ച് പെൻസില്, കളർ പ്ലേറ്റ്, ഇനി പുസ്തകങ്ങൾ. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത്? ഇവർക്ക് പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരോ ഉള്ളത്? ചെന്ന സാധനങ്ങളൊക്കെ ഇറക്ക്. ചേച്ചിക്ക്, ഇത് ശാന്തേച്ചിക്ക്, ഇത് ലക്ഷ്മിക്ക്. ഞങ്ങോട്ട് മാറി മാറി, ഞാൻ അടുത്തോട്ടെ. താഴെ വീഴും മോനെ. എല്ലാം സൂക്ഷിച്ചെടുക്ക്. ലക്ഷ്മി, അരിക്ക് മാറ്റമുണ്ട്, വേവ് കുറച്ച് കൂടുതലാ. സർക്കാർ ഗ്യാസും തരൂല, വേവ് കുറഞ്ഞ അരിയും തരൂല അല്ലേ? കേട്ടില്ലേ സർക്കാരെ ആളുകൾ പറയുന്നത്? ഫുഡിലേക്ക് അധികം ശ്രദ്ധിച്ചൂടെ ഈ മദ്യം നിർത്തിയിട്ട്? ചായ ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളൂ ശാന്തേച്ചി. നീയല്ലേ പേടിയെന്ന് ചായ കുടിക്കുന്ന ആള്. ആ കാശുപൊടി ഉണ്ടെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കുള്ളൂ, ഞങ്ങൾക്കറിയാം. അല്ല, കാർത്തി സാന്ദ്രമോളെ എവിടെ പോയി? എടേ കാർത്തി, രാവിലെ മുതൽ കയ്യിൽ മൈലാഞ്ചി ഇടുക. നോക്കട്ടെ. കൊള്ളാം. രുക്മിണിയച്ചേ, ഇതൊരു മുന്നറിയിപ്പാണ്. കല്യാണപ്രായമായിന്ന്. എന്നാ ഭാർഗ്യവമ്മ ലേറ്റ്. ഒന്ന് മയങ്ങിപ്പോയി എന്റെ കുട്ടിയെ. ആണോ? അത് മുറുക്കാൻ തീർന്നതിന്റെ വെച്ചോ. ഇനി ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മൂർക്കി അങ്ങോട്ട് മരിക്കുക. ഈ തമിഴന്മാർക്ക് വീടിന്റെ ഉമ്മർത്ത് അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നതാണ് ഐശ്വര്യം. നമ്മുടെ ഉമ്മർത്ത് ഭാർഗ്യവമ്മ മുറുക്കി തുപ്പണതാണ് ഐശ്വര്യം. മുറുക്കോ? ഇത് ഭാർഗ്യമ്മ മുറുക്കി ഉണ്ടാക്കിയതാണോ? നിന്ന് ഞാൻ നേരല്ലേ, ഞാൻ പോയിട്ട് വരാം. ശാന്തേച്ചി, സാന്ദ്രമോളുടെ അഡ്മിഷനുള്ള കാശ് ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ. നീ കിടന്ന് ഓടണ്ട മോനെ. സാധാരണ പിള്ളേര് പറഞ്ഞ പോലെ 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത് എഞ്ചിനീയറിംഗിനും മെഡിസിനും സീറ്റ് വേണമെന്ന് അവള് ചോദിച്ചില്ലല്ലോ. 1 ലക്ഷം കൊടുത്ത് നഴ്സിംഗിന് ഒരു സീറ്റ്. അവള് പഠിക്കട്ടെ എന്ന്. എന്തേ, എല്ലാവരും പഠിച്ച് നല്ല നിലയിലെത്തിയ പിന്നെ സ്വർഗമല്ലേ സ്വർഗം. അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചേ. ചിരിക്കണേന് കാശൊന്നും കൊടുക്കണ്ടല്ലോ, ആദ്യം പോലെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കേ. ആരെങ്കിലും കണ്ട ചങ്ങലക്കിട്ട് കുതിരോട്ടത്ത് കൊണ്ടുവന്നു തോന്നാം. എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. 3 കുടുംബത്തിനും കൂടിയുള്ള പണിയാ. ആയുസ്സും ആരോഗ്യം കൊടുക്കണേ ഭഗവാനെ. ഇതാണ് അമ്മയുടെ കുഴപ്പം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഉടനെ കുറച്ച് സ്വർണം എടുത്ത് മുമ്പിൽ വെക്കും. ഞാനിങ്ങനെ പണയം വെച്ച് ചീത്തയായിക്കോട്ടെ അല്ലേ? ഇതും കൂടിയേ ഉള്ളൂ. യോ, തീർന്നാ? പണയം വെച്ച രസീതൊക്കെ എടുത്ത് വെച്ചേക്കമ്മ. എന്തെങ്കിലും ഒരു ദിവസം ഞാനിതൊക്കെ എടുത്ത് തരും. ഇതിപ്പോ എല്ലാം കൂടി അവിടെ കൂട്ടി മുട്ടണില്ല അമ്മേ. ഇനി ഈ താലിമാല മാത്രമേ ബാക്കിയുള്ളൂ. നീ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യട. അമ്മേ, എല്ലാം ശരിയാവും. ശരിയാവും. എന്താ മോളെ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ആ ശ്രാമ്പിക്കലെ ജോജി എന്റെ കൈയെ കയറി പിടിച്ചു. പെണ്ണുങ്ങള് ജനിച്ചിരിക്കുന്ന ആണുങ്ങൾ കയറി പിടിക്കാനും പിറകെ നടക്കാനും ഒക്കെ തന്നെയാ. ഇപ്പൊ നീ പോയിക്കോ.
നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോടി. പുറത്ത് ഞാനാണേ. മോളോടൊക്കെ വരാവേ. ഹായ്, നമസ്കാരം. ആരാ? അയ്യോ, ഇതാണ് ജോജിയുടെ അമ്മ. എന്റെ കർത്താവേ, വലിയ കൊച്ചുങ്ങളുണ്ടെന്ന് കണ്ടാ പറയത്തില്ല കേട്ടോ. ആരാ നിങ്ങള്? എന്താ വേണ്ടത്? മോളെ റോസ്ലി. റോസ്ലി. എന്നതാ അമ്മച്ചി? നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങളൊക്കെ? ഞങ്ങളാണ് നിങ്ങൾക്കെന്താ ഇതിന്റെ വേണ്ടത്? ഗുരു. മോളെ റോസ്ലി. മോളെ അയ്യോ, റോസ്ലി. ഇതാണ് റോസ്ലി. അയ്യോ, മോള് വളർന്നങ്ങ് വലിയ കുട്ടിയായി കേട്ടോ. അമ്മച്ചി. ഷോ, നിങ്ങൾ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറി കരി പിടിച്ചിരുന്നാൽ എങ്ങനെയാ പുറത്തേക്കൊക്കെ ഇറങ്ങണ്ടേ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ടാണല്ലോ ഞാൻ അകത്തേക്ക് കയറി വരേണ്ടി വന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? കാര്യം എന്താന്ന് പറ. മോളെ ഇങ്ങനെ കരയില്ലേനെ, എനിക്ക് സഹിക്കത്തില്ല. എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. അതിനൊക്കെ സമയം വേണം. അതൊക്കെ ഉണ്ടോ? വിളിക്കടി ജോജി മോളെ. വിളിക്ക് ജോജി വിളിക്ക്. ജോജിയായിട്ട് ഞങ്ങൾ ഇത് അടിച്ച് പിരിഞ്ഞു. ജോജി വിളിക്ക്. ജോജി വിളിക്ക്. ഓനകത്തോട്ട് ചെല്ലേ. അമ്മയും മകളും സിംഹത്തിന്റെ മടയില. പലതരത്തിലുള്ള പീഡനങ്ങൾ ഞങ്ങളുടെയിലുണ്ട്. അതിലേത് ഇത് കണ്ടോടാ മോനെ. അവൻ മിണ്ടുകയല്ല. ആണിന് പെണ്ണിനെ കയറി പിടിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് അറിയുന്നവനാണ് ഇവൻ. ഇവൻ പിടിച്ചു എന്റെ പെങ്ങളുടെ മകളുടെ കയ്യില്. ദാ ഇവളുടെ. പണ്ടത്തെ പിള്ളേരോട് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ല എന്ന് ചോദിച്ചാ കാര്യം മനസ്സിലായി. ഇവൻ ന്യൂ ജനറേഷൻ അല്ലേ, കാണിച്ചു കൊടുത്താലേ പഠിക്കും. എന്റെ അമ്മയും പെങ്ങളും നിൽക്കണം നിപ്പണ്ടില്ലടാ. മോനെ ജോജിക്കുട്ട, നീ റോട്ടി ചെയ്താ ഞാനത് വീട്ടിൽ കയറി ചെയ്യും. അമ്മയും പെങ്ങളും ക്ഷമിച്ചേക്ക്, വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ഇവന്റെ അപ്പനെ പോലെ വിദേശത്തുനിന്ന് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കാൻ എന്റെ പെങ്ങന്മാർക്ക് ആരുമില്ല. അച്ഛനില്ലാത്ത പിള്ളേരാ. എന്റെ ചങ്കി കൊണ്ടുവരുന്ന ഞാൻ ഇവരെയൊക്കെ വളർത്തണ. ഇന്നത്തെ ദിവസം നീ മറക്കൂല. ഇതും മോളെ ഹാപ്പി. വരട്ടെ അമ്മച്ചി. സോറി പെങ്ങളെ, വരണില്ലടാ. നീ ആളൊരു വീരനേട്ടാ. ഇല്ലാട് വീരൻ.